ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബാബിലോണിയക്കാർ കുരിശിനെ മതചിഹ്നമായി ആദരിച്ചിരുന്നു. ക്രമേണ ബാബിലോണിയയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് മതചിഹ്നമായ കുരിശ് വ്യാപിക്കുകയുണ്ടായി. AD 31 മുമ്പ് തന്നെ, അതായത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ കുരിശ് ഇതര ജാതിയിൽപ്പെട്ടവരുടെ ഇടയിൽ പ്രചാരം നേടിയിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ശേഷം ക്രിസ്തുമതത്തിൽ കുരിശ് മതചിഹ്നമായി മാറി. AD 431 പള്ളികളിലും അൾത്താരകളിലും കുരിശ് സ്ഥാനം പിടിച്ചു. ഇന്ന് പള്ളികളുടെ മുകളിൽ നാം കാണുന്ന കുരിശ് AD 586 വരെ ഉപയോഗിച്ചിരുന്നതേയില്ല. ക്രിസ്തുവിൻ്റെ കാലത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമൻ കുരിശുമരണം വിവിധ സ്തംഭങ്ങളിലോ മരക്കൊമ്പുകളിലോ ആയിരുന്നുവെന്ന്. സെറീനിലെ ശിമയോൻ ഭാഗികമായി വഹിച്ച കുരിശ് ഒരു വലിയ മരത്തടി ആയിരിക്കാം. ക്രൂശിക്കപ്പെട്ടവനെ കൈകളിൽ തറയ്ക്കാൻ കഴിയില്ല, കാരണം അവരുടെ ശരീരഘടനയ്ക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയില്ല. ചില സമയങ്ങളിൽ കുരിശ് ഒരു കുത്തനെ നിൽക്കുന്ന സ്തംഭം മാത്രമായിരുന്നു. എന്നിരുന്നാലും ക്രിസ്ത്യൻ പരിചിതമായ രൂപത്തിൽ ഒരു T ആകൃതി നൽകുന്നതിനായി അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെയായി ഒരു ക്രോസ് പീസ് ഘടിപ്പിച്ചിരുന്നു. കുറ്റം ചുമത്തപ്പെട്ട വ്യക്തി കുറുകെയുള്ള തടി മാത്രം വധശിക്ഷാ സ്ഥലത്തേക്ക് ചുമന്നുകൊണ്ടുപോകുന്നു. അവിടെ ആ വ്യക്തിയെ നഗ്നനാക്കി തടിമരത്തിൽ കെട്ടിയോ ആണിയടിച്ചോ നേരെയുള്ള സ്തംഭങ്ങളിൽ ഒരു ചെറിയ തടിക്കുറ്റിയിൽ ഇരുത്തി മുകളിലേക്ക് ഉയർത്തി ക്രൂശിച്ചു. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വേദനാജനകമായ അവസ്ഥയിൽ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന ഇന്റർകോസ്റ്റൽ പേശികൾ, 2 സെറ്റ് പേശികളും ഡയഫ്രമും ക്രമേണ ദുർബലമായി ശ്വാസോച്ഛ്വാസം തുടരാനുള്ള കഴിവില്ലായ്മ കാരണം കുരിശിൽ കുറ്റം ചുമത്തപ്പെട്ട വ്യക്തി മരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ജോസിഫസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ആളുകളെ ക്രൂശിക്കാൻ ഒരു നിശ്ചിത മാതൃകയില്ലായിരുന്നു. അത് ആ നിമിഷത്തിൻ്റെ ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്നതായ ചാതുര്യത്തെ ആശ്രയിച്ചിരുന്നു. ക്രൂശീകരണത്തിൻ്റെ ഭീകരത വിവരിക്കുന്ന റോമൻ ചരിത്രകാരനായ സെനക്ക സൂചിപ്പിച്ചത് അവിടെ കുരിശുകൾ ഒരു തരത്തിൽ മാത്രമല്ല വ്യത്യസ്ത രീതികളിൽ നിർമ്മിച്ചതാണ്. ചിലരെ തലകീഴായി ക്രൂശിച്ചു, ചിലരുടെ സ്വകാര്യ ഭാഗങ്ങൾ ശൂലത്തിലേറ്റുക, മറ്റു ചിലരുടെ കൈകൾ കുറുകെയുള്ള സ്തംഭത്തിൽ ബന്ധിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയ മരത്തിൽ ക്രൂശീകരണം നടത്തി. ഇത്തരമൊരു പീഡനം മരണം സഹിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശപിക്കപ്പെട്ട വൃക്ഷം എന്ന സെനേക്കയുടെ പരാമർശം തൻ്റെ സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ മരത്തിൽ വഹിച്ചു. ഈ ക്രൂശീകരണങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട മനുഷ്യനെ ലംബമായി തണ്ടിൽ തറയ്ക്കുകയോ അല്ലെങ്കിൽ ചുമന്നുകൊണ്ടുവന്നുള്ള കുറുകെയുള്ള തടി മരത്തിൽ ഉറപ്പിക്കുകയും അത് രണ്ടിലും ആണി അടിച്ച് യോജിപ്പിച്ചു. ശിക്ഷിക്കപ്പെട്ട മനുഷ്യനെ അതിൽ ക്രൂശിക്കും. യേശു മരിച്ച കുരിശിനെക്കുറിച്ച് ബൈബിളിൽ പ്രത്യേക വിവരണമില്ല. അതിൻ്റെ കൃത്യമായ രൂപം അറിയേണ്ടത് പ്രധാനമായിരുന്നെങ്കിൽ സുവിശേഷ എഴുത്തുകാർക്ക് ആ വിവരങ്ങൾ നമുക്ക് നൽകാമായിരുന്നു. യേശുവിനെ വധിച്ചത് സ്തംഭത്തിലാണോ അതോ കുരിശാണോ, അല്ലെങ്കിൽ ഏത് കുരിശിൻ്റെ ആകൃതിയാണോ എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ T ആകൃതിയുള്ള കുരിശ് എങ്ങനെയാണ് ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും ജനപ്രിയമായ പ്രതീകമായത്? രണ്ട് ദണ്ട് ഉള്ള കുരിശിൻ്റെ രൂപം പുരാതന കൽദേയരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. തമൂസ് ദേവന്റെ പ്രതീകമായി ഉപയോഗിച്ചിരുന്നു. ടൗവിൻ്റെ ആകൃതിയിൽ ആയിരുന്നു ഈജിപ്ത് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലും തമൂസിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം. ഇപ്പോൾ തെക്കൻ ഇറാഖിലാണ് കൽദയ സ്ഥിതി ചെയ്യുന്നത്. AD 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ സഭകൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളിൽ നിന്ന് വിട്ടുപോയി. അതിനാൽ തമൂസിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം T കുത്തനെയുള്ള സ്തംഭത്തിലേക്ക് മുകളിൽ നിന്ന് താഴെയായി ഒരു ക്രോസ് പീസ് ഘടിപ്പിച്ചിരുന്നു. ഇന്നത്തെ പള്ളി ആൾത്താരകളിൽ കാണുന്നത് പോലെ രൂപപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസത്യാഗികളായ സഭാ സംവിധാനത്തിൻ്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിനായി വിജാതീയരെ പള്ളികളിലേക്ക് സ്വീകരിച്ചു. കൂടാതെ അവരുടെ പുറജാതീയ അടയാളങ്ങളും ചിഹ്നങ്ങളും നിലനിർത്താൻ വലിയ തോതിൽ അനുവദിക്കപ്പെട്ടു.
അതിനാൽ കുരിശിനെ ആരാധിക്കുന്നത് തികച്ചും ന്യായമല്ല. ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാൻ കുരിശ് പോലെയുള്ള ബാഹ്യചിഹ്നങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഭൂരിഭാഗം ആളുകളും കുരിശിനെ ക്രിസ്തുമതവുമായി ബന്ധിപ്പിക്കുമ്പോൾ കുരിശ് ആരാധിക്കപ്പെടേണ്ടതോ ബഹുമാനിക്കപ്പെടേണ്ടതോ ആണോ എന്ന് നാം ചിന്തിക്കണം. നമുക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി അപ്പോസ്തലന്മാർ കുരിശ് മരണത്തിൻ്റെ ലജ്ജാകരമായ ഉപകരണമായിരുന്നു എന്ന് പ്രസംഗിച്ചു. തൻ്റെ ക്രൂശീകരണത്തിൽ യേശു ലജ്ജാകരമായ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് ഒരു അത്ഭുതകരമായ അനുഗ്രഹമാണ്. എന്നാൽ യേശുവിനെ ക്രൂശിച്ച കുരിശിനെ മഹത്വപ്പെടുത്തേണ്ട ആവശ്യമില്ല.